أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ പരിഗണിച്ചും ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. സമകാലീന മുസ്ലിം സമൂഹം നേരിടുന്ന വിവിധങ്ങളായ വെല്ലുവിളികളെ അതിജീവിക്കാൻ വിശ്വാസി സമൂഹം പ്രാപ്തമാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നിർമ്മത നിരീശ്വര പ്രസ്ഥാനങ്ങളുടെയും ലിബറൽ ചിന്താഗതികളുടെയുമൊക്കെ കൂലം കുത്തി ഒഴുക്കിൽ നമ്മുടെ മുസ്ലിം ചെറുപ്പം നാമാവശേഷമാകുന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. യഥാർത്ഥ ഇസ്ലാമിക വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുഅ്മിനായി മുസ്ലിമായി ജീവിക്കാൻ ശ്രദ്ധിക്കുക എന്നത് തന്നെയാണ് വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള മാർഗം. അതിന് നാമമാത്രമായ മുസ്ലിമീങ്ങളായി എണ്ണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരാ, മറിച്ച് ഒരു മുസ്ലിമിൻ്റെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ യഥാർത്ഥ മുഅ്മിനും മുസ്ലിമുമാകണം എന്നതൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. തഖ്വയെക്കുറിച്ച് പരാമർശിക്കുന്നിടത്താണ് സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് ഖുർആൻ ബന്ധപ്പെടുത്തി പരിചയപ്പെടുത്തിയത്. സൂറത്തു ആല ഇംറാനിലെ ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ഖുതുബകളിൽ കേൾക്കുകയുണ്ടായി. സ്വഭാവം എന്നത് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ശരിയായ ദർപ്പണമാണ്, കണ്ണാടിയാണ്. അത് വിവിധങ്ങളായ ദൂഷ്യങ്ങളിൽ നിന്ന്, ന്യൂനതകളിൽ നിന്ന് മുക്തമാകുമ്പോഴാണ് മുസ്ലിമിന് വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയുക. റോഡ് ടു മക്ക എന്ന പ്രസിദ്ധ കൃതി യാത്രാവിവരണം രചിച്ച മുഹമ്മദ് അസദ് ലിയോപോൾ വെയ്സ് എന്ന ഒരു ജൂതനായിരുന്നു. നമ്മൾ കേട്ട കഥയാണ്, വായിച്ച കഥയാണ്. തൻ്റെ ഫ്ലാറ്റിന് താഴെ വെച്ച് രണ്ടാളുകൾ തമ്മിൽ അടിപിടി കൂടുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നല്ല തടിയും മിടുക്കുമുള്ള ഒരു കറുത്ത യുവാവ്, പ്രതിയോഗി വെള്ളക്കാരനായിരുന്നു. അയാൾ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. ഇയാൾ ആ അടിയൊക്കെ തടുത്തങ്ങനെ നിൽക്കുകയാണ്, തിരിച്ചു പ്രഹരിക്കുന്നില്ല.
കുഴപ്പമൊക്കെ കഴിഞ്ഞതിന് ശേഷം വെള്ളക്കാരൻ പോയി. അതിൽ ലിയോപോള് മുഹമ്മദ് അസദ് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, അയാളെക്കാൾ എന്തുമാത്രം തടിയും മിടുക്കുമുണ്ട് നിങ്ങൾക്ക്? അയാൾ നിങ്ങളെങ്ങനെ പ്രഹരിക്കുമ്പോഴും അനാവശ്യം പറയുമ്പോഴും നിങ്ങൾ അതിനെ പുഞ്ചിരിയോടെ നേരിടുകയും ആ അടിയൊക്കെ തടുക്കുകയും മാത്രമാണ് ചെയ്തത്. ഒരിക്കൽ പോലും നിങ്ങൾ അങ്ങോട്ട് അടിക്കുന്നില്ല. എന്തിനാ അതിന് കാരണം? എന്നെ അത് വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും ഇയാളൊന്നും ഇയാളുടെ തടിയും മിടുക്കും ആരോഗ്യം പ്രയോഗിച്ചാൽ തെറിച്ചു പോകാനുള്ളൂ വെള്ളക്കാരൻ. പക്ഷെ ഇയാൾ ചെയ്യുന്നില്ല. അവസാനം ഇയാൾ പറഞ്ഞത്, എന്റെ പ്രവാചകൻ, എന്റെ മതം എന്നെ പഠിപ്പിച്ചത് ഇത്തരം ഘട്ടങ്ങളിൽ ക്ഷമിക്കാനാണ്. ഞാൻ അതാണ് അവിടെ എടുത്തത്. അത് എനിക്ക് സ്വർഗം നേടിത്തരുന്ന ഒരു പ്രവർത്തനമാണ്. ആ വഴിയാണ് ഞാൻ തിരഞ്ഞെടുത്തത് എന്ന് പുഞ്ചിരിയോടെ സുസ്മേര വദനനായിട്ട് മുഹമ്മദ് അസദിനോട് ഈ അടി കൊണ്ടയാൾ പ്രതികരിച്ചപ്പോ ഇയാള് ചിന്തിക്കാൻ തുടങ്ങുകയാണ് ഇസ്ലാമിന്റെ ഒരു മഹത്വം. മരുഭൂമിയിലൂടെയുള്ള നീണ്ട യാത്രയിൽ ഒരു അറാബി, നമ്മളെ ഗോത്രവർഗം എന്നൊക്കെ പറഞ്ഞ മാതിരി മരുഭൂമിയുടെ ഉള്ളിൽ താമസിക്കുന്നയാളാ. അയാളുടെ വീട് നാമാവശേഷമായിട്ടുണ്ട്, മണല് വന്ന് മൂടിയിട്ടുണ്ട്. അഭയം തേടിയത് അവസാനം അവിടെയാണ്. വേറെ എവിടെയും ഇയാൾക്ക് അഭയം തേടാൻ നിവൃത്തിയില്ല. മുഹമ്മദ് അസദ് അയാളുടെ വീടും മറ്റൊക്കെ കണ്ടപ്പോൾ, അത് കേടുവന്നത് കണ്ടപ്പോൾ അദ്ദേഹം വളരെയധികം സങ്കടം പറഞ്ഞു. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലേ. അപ്പോഴാണ് ഈ വീട്ടുകാരൻ മറുപടി പറഞ്ഞത്, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. എന്നാലും ജീവനൊന്നും പറ്റിയിട്ടില്ലല്ലോ. വീട് കുറച്ചൊക്കെ കേടുന്നിട്ടുണ്ട്. അതിനത്രയുള്ള വീടാണ്, മരുഭൂമിയിൽ തൽക്കാലം ഒപ്പിച്ചുണ്ടാക്കുന്ന ഒരു കൂരയാണ്. അയാൾ പറഞ്ഞു, എന്റെ കൃഷിയിടം ഏകദേശം മുഴുവനായിട്ടും മണൽ മൂടിക്കഴിഞ്ഞു. ആ കൃഷി ഇനി ഉപയോഗയുക്തമല്ല, അത് സത്യത്തിൽ നശിച്ചു പോവുകയാണ് ചെയ്തത്. എന്നാലും അൽഹംദുലില്ലാ വേറെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അയാള് നാശനഷ്ടങ്ങളുടെയും എടങ്ങേറുകളുടെയും കഥ പറയുമ്പോഴും അയാളുടെ വായിൽ നിന്ന് അൽഹംദുലില്ലാ എന്ന് വരികയാണ്. ഇത് വല്ലാത്തൊരു സംഭവമാണ്. ഇങ്ങനെ ക്ഷമിക്കാൻ ആർക്കാണ് സാധിക്കുക? ഒരു യഥാർത്ഥ വിശ്വാസിക്കല്ലാതെ. ആ ക്ഷമയാണ് ഇസ്ലാം. അത് പ്രതിയോഗിയോടുള്ള സംസാരത്തിലുണ്ട്, പ്രവർത്തനങ്ങളിലുണ്ട്, ജീവിതത്തിൽ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ അവിടെ ഉണ്ട് ഈ ക്ഷമ. ഇന്നും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ നാട്ടില് ആത്മഹത്യാ നിരക്ക് കുറവ് മുസ്ലിമീങ്ങളിൽ തന്നെയാണ്. കുറെ മുസ്ലിമീങ്ങൾ ആത്മഹത്യ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിനൊരു മറു വൃത്താന്തമുണ്ട്. എന്താണെന്നറിയോ? അവരെയൊക്കെ നാമത്തില്, പേരില് മാത്രമാണ് ഇസ്ലാമുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമും ഈമാനും ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലേക്ക് ഊന്നിറങ്ങാത്ത ആളുകൾക്കൊരു വർത്താനം മതി. പരീക്ഷയിൽ, ഹയർ സെക്കൻഡറി പരീക്ഷയിൽ തോറ്റുപോയ മകളുമായിട്ട് പാരന്റ്സ് മീറ്റ് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ മോളെന്നെ മാനം കെടുത്തിയല്ലേ എന്ന ഒറ്റ ചോദ്യമാണ് ആ മകൾ ജീവനൊടുക്കാൻ തീരുമാനിക്കാൻ ഇടയായത്. നഞ്ഞി ഈ മോള് ബാപ്പാനെ മാനം കെടുത്തുന്നില്ല, ദുനിയാവ് തന്നെ ഞാൻ നിലനിൽക്കുന്നില്ല. ഇല്ല ബാപ്പ, അടുത്ത പരീക്ഷയ്ക്ക് ഞാനത് നേടിയെടുക്കും ഇൻഷാ അല്ലാഹ്. പരാജയത്തിൽ നമ്മൾ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് എത്തേണ്ടത്. ഉഹദിൽ പരാജയം ഉണ്ടായല്ലോ. പക്ഷേ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ അവിടുത്തെ അനുചരന്മാർക്കോ അതുകൊണ്ട് നിരാശ കയറി പറ്റിയിട്ടില്ല. അവർ പിന്നീട് അത് വിജയമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഇത് യഥാർത്ഥത്തിൽ തഖ്വയുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. ഇത് ഈ നല്ല സ്വഭാവം നേടിയെടുക്കുക എന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഫുസ്സിലത്ത് 41-ാമത്തെ അധ്യായം, അതിന് ഹാമീം സജദ എന്നും പേര് ഉണ്ട്. ആ ഹാമീം സജദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ പഠിപ്പിക്കുന്ന ഒരു സംഗതി,
ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. ولا تستوي الحسنة ولا السيئة. വിശ്വാസികൾ അവരുടെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ട ഒരായത്ത്. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രതിയോഗികളിൽ നിന്നും പ്രതികൂലമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ തിരിച്ച് എങ്ങനെ പ്രതികരിക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുക. വലാ തസ്തവിൽ ഹസന വലാ സയ്യിഅ. ഒരിക്കലും നന്മയും തിന്മയും സമമല്ല എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം. ഇങ്ങോട്ട് മോശമായിട്ട് പ്രതികരിക്കുമ്പോൾ അതേ മോശമായ പ്രതികരണമാകരുത് വിശ്വാസിയുടേത്. ഹസനത്തും സയ്യിഅത്തും സമമല്ല എന്നതാണ് അതിന് കാരണം. വലാ തസ്തവിൽ ഹസന വലാ സയ്യിഅ ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ. എന്നാൽ വിശ്വാസികളുടെ പ്രതികരണം ഉദാത്തമായ രൂപത്തിൽ ഹസനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാകണം. അങ്ങനെ വന്നാൽ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. നീയും മറ്റാർക്കിടയിലുമാണോ ശത്രുതയുള്ളത് ആ ശത്രു നിന്റെ ഒരു മിത്രമായി മാറും എന്നല്ല, മറിച്ച് വലിയ്യുൻ ഹമീം, നല്ല ഒരു ഉറ്റ ചങ്ങാതിയായി ഇന്റിമേറ്റ് ഫ്രണ്ടായിട്ട് മാറും. തൻ്റെ അടുത്തുനിന്ന് ഇത്രയൊക്കെ മോശമായിട്ടും ഇങ്ങനെയാണല്ലോ പ്രതികരണം. ഇതാണ് ഇറ്റത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പള്ളി കയറിയപ്പോൾ അവിടെ കിടന്നുറങ്ങിയ ഒരു സാധുവിനെ കാലുകൊണ്ട് ചവിട്ടാനിടയായ കാര്യം കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ കേട്ടു. കൂടെയുള്ളത് രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ സംരക്ഷകനായ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ക്ഷുഭിതനായി. കാരണം ഈ ചവിട്ടുകൊണ്ട ആള്, അല്ലെങ്കിൽ കാല് തട്ടിയിട്ടേ ഉള്ളൂ, കരുതിക്കുട്ടിയുള്ള ഒരു ചവിട്ടൊന്നല്ല, ഇഷ്ടത്തുവാണല്ലോ കിടക്കുന്നത്. അതുകൊണ്ട് ആ കാല് തട്ടിയപ്പോൾ ആ മജ്നൂനുൻ അൻത എന്ന ചോദ്യം നമ്മൾ മനസ്സിലാക്കിയല്ലോ. എന്താ പിരാന്താണോ കിടക്കുന്ന ആൾക്കാരെ ഒന്ന് ചവിട്ടാൻ എന്നാണ് ധ്വനി. അതാണ് ആരെ ചൊടിപ്പിച്ചത്? പോലീസുകാരനെ ചൊടിപ്പിച്ചത്. ഇയാൾക്കെതിരെ കയർക്കാൻ നിന്നപ്പോഴാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ കാലാണ് തട്ടിപ്പോയത്, എന്നോടാണ് ഭ്രാന്തനാണോ എന്ന് ചോദിച്ചത്. അതിന് മറുപടി ഞാൻ ഇല്ല എന്ന് പറയുകയും ചെയ്തു. അല്ല, ഭ്രാന്തൊന്നുമില്ല, തട്ടിപ്പോയതാണ് എന്നർത്ഥം. പിന്നെ ഇനി എന്തിനാണ് താങ്കൾ കോപിക്കുന്നത്? ഒരു മുൻ മുഖ്യമന്ത്രി നമ്മളെ നാട്ടിൽ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ ഉപ്പ് ഏറിത്രേ. അതുകൊണ്ട് അയാളെ പിരിച്ചുവിട്ട സംഭവം നമ്മളെ നാട്ടിൽ നടന്നുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും മൈക്കും തമ്മിൽ എവിടെയും ഒക്കലില്ല. അത് വലിയ പ്രശ്നമാകലുണ്ട്. കാരണം അദ്ദേഹത്തിനോർത്തൊക്കെ മൈക്കൊക്കെ ഒരു പ്രോബ്ലം. അത് അയാൾക്ക് മാത്രമല്ല, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ മൈക്കിന്റെ പഴക്കമുണ്ടാകും, അതിന്റെ കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാവും, പലതുണ്ടാവും. ചിലപ്പോൾ മൈക്കൊന്നും ശരിയായില്ല എന്ന് സംഭവിക്കാം. പക്ഷേ അവിടെ വെച്ച് കയർക്കുന്നു. അത് മാത്രമൊന്നല്ല, പറയുകയാണെങ്കിൽ അതൊരു രാഷ്ട്രീയ കുത്തുബായിട്ട് മാറും. എന്നാ അതൊരു മുഖ്യമന്ത്രിയിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടോ? ഇല്ല. നിയമസഭ ഒന്നായിട്ട് അടിച്ചു തകർക്കാനും താളമടി കുത്തിയിട്ട് അവിടെ സംഹാര താണ്ഡവമാടാനും എന്തിയെ പ്രേരിപ്പിച്ചത്? ഇതൊക്കെ തന്നെ നിസ്സാരമായ സംഗതി. തങ്ങളുടെ ആ ഒരു വാഴ്ച മാത്രമേ ഇവിടെ നടക്കാവൂ എന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വിചാരിക്കുക, അതിനനുസരിച്ചുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറുക. ഒക്കെ ഒരു സഹനശീലത്തോടെ കാര്യങ്ങളെ കാണാനും പ്രതികരിക്കാനും കഴിയുന്നില്ല എന്നത് സമൂഹത്തിന്റെ ഒരു ദുരവസ്ഥയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന വലിയ ഒരു ഗുണമാണ് യഥാർത്ഥത്തിൽ തസാമുഹ. ആ പ്രതിയോഗിയോടുള്ള ആ പ്രതികരണം എങ്ങനെയാകണമെന്ന്. പ്രവാചകന്റെ വീട്ടിലേക്ക് ചാണകെറിഞ്ഞത് പിതൃ സഹോദരനായ അബൂലഹബ. നബി ഒന്ന് കണ്ണ് ഇമ്പിച്ച് തന്റെ അനുജന്മാർക്ക് അതിന് പ്രതികാരം ചെയ്യാൻ അനുവാദം കൊടുത്തിരുന്നെങ്കിൽ
പിന്നെ അബൂലഹബിന്റെ പെരന്നെ കാണൂല, മൊത്തം ചാണകത്തിലായിട്ടുണ്ടാവും. പക്ഷേ നോക്കുങ്ങള്, അള്ളാഹുവിന്റെ റസൂല് അത് സ്വന്തം അപ്പൊ ഒരു പാത്രം തെരഞ്ഞെടുത്തിട്ട് ആ ചാണകമൊക്കെ ശേഖരിച്ചിട്ട് അബൂലഹബിന് തന്നെ കൊണ്ടേ കൊടുക്കണം. എന്നിട്ട് ഇന്നലെ നിങ്ങള് ആ എറിഞ്ഞ ചാണകം ഇവിടെ തന്നെ ഉണ്ട്. അതെങ്ങനെ പിന്നെ അയാൾക്ക് അവിടെ കൊണ്ടേ എറിയാൻ പറ്റൂല. നടക്കുന്ന വഴിയിൽ തന്റെ മേൽക്ക് അടിക്കാട്ട് വാരിയിടുന്ന ജൂതസ്ത്രീയുടെ ചരിത്രം നമ്മൾ പലവരും കേട്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ 1-2 ദിവസം കാണാതായപ്പോൾ സംശയിച്ചു, പനി പിടിച്ചതാകാം അല്ലെങ്കിൽ സുഖമില്ലാത്തതാകാം, എന്തേന്നൊന്നും അറിയാലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്റ്റെപ്പ് കയറി ചെന്ന് നോക്കുമ്പോ ഊഹം ശരിയാ, പനിച്ചു വരച്ച് കിടക്കുക. കാരണം കുറച്ചൊന്ന് വയ്ക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വന്നിട്ട് അടിക്കാട്ട് നബി വരുന്ന ആ കണക്ക് നോക്കിയിട്ട് പ്രവാചകന്റെ തലയിലേക്ക് ഇടുന്ന ശീലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ 1-2 ദിവസം കാണാതായപ്പോ ഒന്ന് കയറി ഒന്ന് നോക്കിയതാണ്, സാരല്ല, സുഖല്ലേ, സാരല്ല, അല്ലാ ബഅസ് തഹൂർ ഇൻഷാ അല്ലാഹ്. ആ ജൂത സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ജൂതസ്ത്രീ പ്രതികരിച്ചത്, താങ്കളൊരു പ്രവാചകൻ തന്നെ, ഒരു പ്രവാചകനല്ലാതെ പ്രതിയോഗിയോട് ഇങ്ങനെ പെരുമാറാൻ കഴിയില്ല. എത്രയോ മുസ്ലിമീങ്ങളുടെ കണ്ണും കാതും മൂക്കുമൊക്കെ അരിഞ്ഞെടുത്ത് കമ്പികളിൽ കോർത്ത് പൈശാചിക നൃത്തം ചവിട്ടിയ ഒരാളായിരുന്നു യമാമ ഗോത്രത്തിന്റെ തലവൻ ഉസാമ. സുമാമത്തുബ്നു ഉസാൽ എന്നാണ് അയാളുടെ പേര്. മുസ്ലിമീങ്ങളുടെ കൈകളിൽ അയാൾ പെട്ടു. ആധുനിക പത്രഭാഷയിൽ പറഞ്ഞാൽ ഒരു കൊടും തീവ്രവാദി അല്ലെങ്കിൽ ഒരു കൊടും ഭീകരൻ. മദീന പള്ളിയിലെ ചുമരിൽ അല്ല, ആ തൂണിൽ ശക്തമായിട്ടാണ് ഈ സുമാമത്തുബ്നു ഉസാലിനെ അവർ കെട്ടിട്ടത്. സന്തോഷപൂർവ്വം പ്രവാചകന് വീരറിയിച്ചു. യമാമ ഗോത്രത്തിന്റെ തലവനായ സുമാമത്തിന് നമുക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട്, വെറുതെ വിടാൻ പാടില്ല റസൂലേ. നബി ചോദിച്ചു, എന്ത് ചെയ്തിട്ടുണ്ട്? അവര് പറഞ്ഞു, ഞങ്ങൾ പള്ളിയുടെ തൂണിൽ ബലിഷ്ഠമായി കെട്ടിയിട്ടിട്ടുണ്ട് ആളെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ അവിടെ എത്തിയിട്ട് പറഞ്ഞു, ഇത് താങ്കൾ സുമാമയല്ലേ? അതെ, ഞാൻ സുമാമയാണ്. നിങ്ങൾ യമാമ ഗോത്രത്തിന്റെ തലവനാണല്ലേ? ആ, യമാമ ഗോത്രത്തിന്റെ തലവനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരെ വിളിച്ചിട്ട് ആ കെട്ടിട്ട കെട്ടുണ്ടല്ലോ ഒന്ന് അയച്ചു കെട്ടിടാൻ പറഞ്ഞു. ആള് പോണ്ടാച്ചാ മതി, ആൾക്കൊരു ഇടങ്ങേറ് വേണ്ട. മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂല് മദീനപ്പള്ളിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നടന്നിട്ട് കുമ്പിളിൽ ഭക്ഷണം ശേഖരിച്ചിട്ട് പറഞ്ഞു, നല്ല അഷ്ടിപ്രിയനായ ഒരു സുഹൃത്തിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, എല്ലാവരും കൈകാര്യം ചെയ്യാൻ തക്കം പാർത്ത് നിൽക്കുക. അപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂല് സുമാമക്ക് ഭക്ഷണം ശേഖരിച്ച് കൊണ്ടേ കൊടുത്തിട്ട് കുശലാന്വേഷണം നടത്തുന്നത്. 2 ദിവസമേ കെട്ടിടേണ്ടി വന്നുള്ളൂ. 3-ാമത്തെ ദിവസം സുമാമത്തിനെ അഴിച്ചുവിട്ടപ്പോ സുമാമത്തിന് അധിക ദൂരം തിരിച്ചു നടക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഒന്ന് റിവൈസ് ചെയ്തു നോക്കി, എന്താപ്പ ഇവിടെ നടന്നത്? ഒരിക്കലും മുഹമ്മദിനെ എങ്ങനെയല്ല പ്രതീക്ഷിച്ചുള്ളത്. എന്നോട് മോശമായി പെരുമാറാമായിരുന്നു, അനുചരന്മാരുണ്ടായിരുന്നു, പക്ഷെ എന്നോട് എത്ര മാന്യമായിട്ടാണ് പെരുമാറിയത്. ഇതൊരു പ്രവാചകനല്ലാതെ കഴിയില്ല. അവിടെ വെച്ച് അദ്ദേഹം ഉറക്കെ ശഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായിട്ട് നടത്തിയ പ്രഖ്യാപനം നമ്മെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, ദുരിതത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മക്കക്കാരുണ്ടല്ലോ, ഖുറൈശികളും മുശ്രിക്കുകളുമൊക്കെ, അവരൊക്കെ തിന്നുന്ന ഗോതമ്പ് ഞങ്ങള് യമാമ ഗോത്രക്കാര് കൃഷി ചെയ്യുന്ന ഗോതമ്പ്, ഒരു മണി ഗോതമ്പ് ഇനി മക്കയിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം തരണം. മക്കക്കാർ ഓടിയെത്തി സുമാമന്റെ പ്രഖ്യാപനം കേട്ടിട്ട്. കാരണം അദ്ദേഹം ഒരു ഗോത്രത്തലവനാണ്. ഒരിക്കലും ഞങ്ങളെ അന്നം മുട്ടിച്ച് പട്ടിണിക്കിട്ട് കൊല്ലരുത് മുഹമ്മദ്, താങ്കളിൽ നിന്ന് ഞങ്ങൾ നന്മയാണ് പ്രതീക്ഷിക്കുന്നത്. ഇസ്ലാമിന്റെ ഒരു തസാമുഹ് പരിചയപ്പെടുത്തുന്നിടത്ത് ഇത്തരം സംഭവങ്ങളാണ് നമുക്ക് കാണുക. നോക്കൂ നിങ്ങൾ, ആ ഒരു തസാമുഹിന്റെ ഭാഗം വിശ്വാസി സമൂഹത്തിനില്ലെങ്കിൽ വലിയ കലാപങ്ങൾക്ക് നമ്മൾ ഇന്ന് ജീവിക്കുന്ന രാജ്യം പോലും വിധേയമാകുമെന്ന് ഈ തർക്കമില്ല. കാരണം ഒട്ടുമിക്ക പള്ളിന്റെ താഴെയും എന്തൊക്കെയോ ലിംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കലാപം കൂട്ടുന്ന അതേമാതിരി ഒരു വർത്താനം തിരിച്ചും പറഞ്ഞാൽ മതി. ഇന്ന അമ്പലങ്ങളുടെ ചോട്ടിലൊക്കെ ഞങ്ങളുടെ പള്ളിന്റെ അവശിഷ്ടമുണ്ട്. കാരണം ഇവിടെ ഭരിച്ചിരുന്നവരൊക്കെ മുഗളന്മാരായിരുന്നു.
ആ ചക്രവർത്തിമാരുടെ കാലത്ത് അവിടെയൊക്കെ പള്ളി ഉണ്ടായിരുന്നു, അതുകൊണ്ടൊന്ന് പൊളിച്ച് മാന്തി വെക്കുക എന്ന് പറഞ്ഞാൽ മതി, തിരിച്ച് അതേ വർത്താനം പറഞ്ഞാൽ മതി. അവിടെ പ്രശ്നമായി. അവിടെയാണ് ഇസ്ലാമിന്റെ തസാമുഹ്, ടോളറൻസ്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വലാ തസ്തവിൽ ഹസന വല സയ്യിഅ ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ. ഏറ്റവും ഉദാത്തമായ രൂപത്തിലാകണം പ്രതിയോഗിയോട് പ്രതികരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ആ പ്രതിയോഗി നിന്റെ ഉറ്റമിത്രമായി മാറും. പക്ഷേ ഈ ആയത്ത് പരിചയപ്പെടുത്തുന്നിടത്ത് തന്നെ വിശുദ്ധ ഖുർആൻ ഒരു കാര്യം കൂടി വിശ്വാസി സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താണ്? വമാ യുലഖാഹാ ഇല്ലല്ലദീന സ്വബറൂ വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹള്ളിൻ അളീം. നല്ല ക്ഷമ കൈകൊണ്ട ആളുകൾക്ക് ഈ ഒരു സ്വഭാവം ഉൾക്കൊള്ളാൻ സാധിക്കും. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം നൽകപ്പെട്ട ആളുകൾക്ക് മാത്രമേ ആ സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൽ പകർത്താൻ കഴിയൂ. ആ ഗുണങ്ങളുള്ള വിഭാഗത്തിലാണ് നമ്മൾ പെടേണ്ടത്. ഖുർആൻ നമുക്കൊരു ഉണർത്തൽ കൂടി നടത്തുന്നുണ്ട്. ഇത്തരം ഘട്ടങ്ങളിലാണ് പൈശാചികമായ ചില പ്രേരണകൾ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുക. وَإِمَّا يَنزَغَنَّكَ مِنَ الشَّيْطَانِ نَزْغٌ فَاسْتَعِذْ بِاللَّهِ. അവിടെയെങ്ങാനും പൈശാചികമായ വല്ല ദുഷ്പ്രേരണയും ഈ ഒരു ക്ഷമയിൽ നിന്ന്, സഹനത്തിൽ നിന്ന് താങ്കളെ അകറ്റി നിർത്താൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ, വ്യതിചലിപ്പിക്കുകയാണെങ്കിൽ ഫസ്തഈദ് ബില്ലാഹ്, അല്ലാഹുവിൽ ശരണം തേടണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. കാരണം ആ പിശാചിന്റെ ദുഷ്പ്രേരണയാണ് നമ്മെ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുക. ഇന്നഹു ഹുവസ് സമീഉൽ അലീം. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് കാര്യങ്ങളെയും സൂക്ഷ്മമായി കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ആ റബ്ബിൽ ശരണം തേടിക്കൊണ്ട് സഹനത്തിന്റെ പാത അവലംബിക്കാൻ ഇത്തരം ഘട്ടങ്ങളിൽ വിശ്വാസികൾക്ക് സാധിക്കണമെന്നുകൂടി വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തക്കികളും മുഹ്സിനീങ്ങളുമായ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ, മുഅ്മിനുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുകയും എല്ലാ നല്ല ഗുണങ്ങളും സമാർജിച്ചെടുക്കാൻ നാം പ്രയത്നിക്കുകയും ചെയ്യുക, പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒരിക്കൽ കൂടി ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. വിശ്വാസി സമൂഹം റജബ് മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പരിപാവനമായ മാസങ്ങളിൽ എണ്ണപ്പെട്ട ഒരു മാസമാണ് റജബ് മാസം. 3 മാസങ്ങൾ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം എന്നീ 3 മാസങ്ങൾ തുടർച്ചയായും റജബ് അതിൻ്റെ ഇടയിൽ ഒറ്റപ്പെട്ടു വരുന്ന ഒരു മാസവുമാണ്. ഏത് മാസം പിറന്നാലും നമ്മളുടെ സമൂഹത്തിൽ ഒരു പതിവുള്ളത് ഇല്ലാത്ത ചില പോരിശകൾ പറഞ്ഞിട്ട് ആളുകളെ ബേജാറാക്കുക എന്നുള്ളതാണ്. അത് നോമ്പായാലും നിസ്കാരായാലും അതുപോലെ ഇല്ലാത്ത ചില പ്രാർത്ഥനകളാണെങ്കിലും
അത് ഓരോ കൊല്ലം കൂടും തോറും പുതിയത് പുതിയത് കണ്ടുപിടിച്ച്. എന്താന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ പല വയലും കേട്ടിട്ട് ഇജാതി ഒരു വയലും കേട്ടിട്ടില്ല. കാരണം ഈ ഉസ്താദാണ് ഇതിപ്പോൾ നമ്മളെ പഠിപ്പിച്ചെന്നത്. അപ്പോൾ ഉസ്താദിൻ്റെ മേന്മ അതിലൂടെ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഉസ്താദ് ചിന്തിക്കുന്നുണ്ടോ ഇല്ലാത്തൊരു കാര്യം അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിൽ നമ്മൾ പറയാൻ പാടില്ല. ഏറ്റവും വലിയ കുറ്റകരമായ സംഗതിയാണത്. ഒരു പോരിശ പറയുകയാണെങ്കിൽ പോലും അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ലാത്ത സ്വഹീഹല്ലാത്ത ഒരു ഹദീസ് എന്ന് പറഞ്ഞിട്ട് അത്തരം ഒരു കാര്യം സമൂഹത്തിന് ഇട്ടുകൊടുക്കാൻ പാടില്ല. എല്ലാ ബിദഅത്തും വന്നത് ഈ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. റജബിൻ്റെ പോരിശ പറയുന്ന എന്തെല്ലാം സോഷ്യൽ മീഡിയകളാണ് നമ്മൾ കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ അത്തരം ഒരു പോരിശ ഇസ്ലാം റജബിന് പ്രത്യേകമായി കൽപ്പിച്ചിട്ടില്ല. അതേസമയത്ത് യുദ്ധം ഹറാമാക്കപ്പെട്ട പരിപാവനമായ മാസങ്ങളുടെ കൂട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റജബിനെ എണ്ണിയിട്ടുള്ളത്. പണ്ഡിത ശ്രേഷ്ഠന്മാരൊക്കെ റജബിനെ പരാമർശിക്കുമ്പോൾ പ്രയോഗിച്ചിട്ടുള്ള ഉപമ ഒരു കൃഷിയോടാണ്. അതായത് ഒരു വിത്ത് കുഴിച്ചിട്ട് അതിങ്ങനെ പരിചരിക്കുന്ന രൂപത്തിൽ ഇബാദത്തുകൾ നന്നായി ചെയ്യാൻ നമ്മൾ പരിശീലിക്കേണ്ട ഒരു മാസം, അത് പരിപോഷിപ്പിക്കേണ്ട മാസമാണ് ശഅബാൻ. അങ്ങനെ റമളാൻ ആകുമ്പോഴേക്കും നല്ല ഗുണങ്ങൾ ജീവിതത്തിൽ നിഷ്പ്രയാസം പ്രാവർത്തികമാക്കുന്ന ഒരു വിശ്വാസി, അതൊരു കൃഷിയെപ്പോലെ ആ കുഴിച്ചിടുമ്പോൾ തന്നെ വിത്ത് കുഴിച്ചിടുമ്പോൾ തന്നെ അതിൽ നിന്ന് ഫലം കിട്ടൂല. അതിനെ പരിചരിക്കണം, അതിന് വെള്ളം കൊടുക്കണം, വളം കൊടുക്കണം, കളയിൽ നിന്ന് സംരക്ഷിക്കണം. അങ്ങനെ വേണ്ടതൊക്കെ ചെയ്ത് പരിപോഷിപ്പിച്ച് 2-3 മാസമാകുമ്പോഴേക്കും അത് കായ്ക്കനികളും ഫലങ്ങളും തരുന്ന രൂപത്തിൽ എല്ലാ നല്ലതും നമുക്ക് ഈ മാസത്തിൽ തുടങ്ങാം എന്നർത്ഥം. ഇല്ലാത്തൊരു പുതിയ കാര്യം ചെയ്യാൻ റജബ് ചെയ്യണമെന്ന് റജബ് മാസത്തിൽ ഒരു പ്രത്യേക നിർദ്ദേശം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതായി നമ്മൾ കാണുകയില്ല. ജാഹിലിയ കാലത്ത് റജബ് മാസത്തിൽ അവരുടെ ബിംബങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അവർ പ്രത്യേക ബലി നടത്താറുണ്ടായിരുന്നു. അതിന് ഫർഹ് എന്നും അത്തീറ എന്നും അവർ പേര് പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇസ്ലാം അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിരോധിക്കുകയാണ് ഉണ്ടായത്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ റജബിനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറയുകയുണ്ടായി, വലം യസ്ബുത് മിനൽ ഖുസൂസിയാത്തില്ലത്തി യഅതഖിദുഹാ ബഅ്ദുന്നാസ് ഫീ റജബ് ഷൈഉൻ. റജബിലായിട്ടൊരു കാര്യം ചെയ്യണമെന്ന ഒരു സവിശേഷമായ കൽപ്പന ഇസ്ലാം ദീനിൽ കാണുകയില്ല. ഖാല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറയുകയുണ്ടായി, വലം യസ്ബുത് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റജബിൻ ഹദീസ്. റജബിന് പ്രത്യേകമായ ഒരു പ്രാധാന്യമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസും നമുക്ക് കാണാൻ കഴിയുകയില്ല. റജബിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ റജബില് ഇസ്രാ മിഅ്റാജ് നടന്നതായിട്ട് ഇസ്ലാമിക ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസിന്റെ രണ്ടാമത് വിശ്വാസികൾ വീണ്ടെടുത്തത് റജബ് മാസത്തിലാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ പല പ്രത്യേകതകളുള്ള സംഭവങ്ങളും റജബ് മാസത്തിൽ നടന്നതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാമെങ്കിലും അതിൻ്റെ പേരിൽ പ്രത്യേകമായ ഒരു ഇബാദത്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. ഒരാൾ സുന്നത്ത് നോമ്പ് നോക്കുന്ന ആളാണെങ്കിൽ റജബിലും നോൽക്കാം. കറുത്തവാവും വെളുത്തവാവും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നയാളാണെങ്കിൽ റജബാണ് എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന പതിവാക്കിയ ഒരു പുണ്യകർമ്മം അയാൾ ഒഴിവാക്കേണ്ടതില്ല. അത്രയൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് ഇസ്ലാം നൽകുന്നത്. റജബിലും അതുപോലെ തന്നെ ശഅബാനിലും കൂടുതൽ പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും അത് റമളാനിൽ അതേ രൂപത്തിൽ ഞങ്ങളെ എത്തിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണേ ബല്ലഗനാ റമളാൻ എന്ന് അവസാനിക്കുന്ന രൂപത്തിലുള്ള ചില പ്രാർത്ഥന
പ്രാർത്ഥനകളൊക്കെ പ്രാധാന്യപൂർവ്വം നമുക്ക് പല ആളുകളും പഠിപ്പിക്കുന്നതായി കാണാം. അത്തരം ഒരു പ്രാർത്ഥനയും സ്വഹീഹായ ഹദീസിൽ വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതായിരുന്നാലും സൽക്കർമ്മങ്ങൾ ചെയ്ത് തുടങ്ങുന്ന, അതിനെ പരിപോഷിപ്പിക്കുന്ന, അള്ളാഹുവിൻ്റെ നല്ല മാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മാസമായിട്ട് റജബിനെ നാം പരിഗണിക്കുക കൂടി ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്കേവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ സഹോദരൻ പെരുമ്പലത്തുള്ള ഇല്യാസ് മാഷിൻ്റെ മാതാവ് സൈനബ ചെറുകപ്പള്ളി എന്നവർ, അവര് പെരുമ്പലം സ്വദേശിയാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടതായി വിവരം ലഭിക്കുകയുണ്ടായി. ഇല്യാസ് മാഷ് എൻ്റെ സുഹൃത്തു കൂടിയായതുകൊണ്ട് നിങ്ങൾ എൻ്റെ മാതാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം അമ്മ ഉണർത്തുക കൂടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയ മാതാവ് സൈനബ ചെറുകപ്പള്ളി എന്ന സഹോദരിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബർസഖിയായ ജീവിതം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ നിന്നും അവരിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമുമായ തമ്പുരാൻ അവർക്കും നമുക്കും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ സൈനബ ചെറുകപ്പള്ളി എന്ന നമ്മുടെ സഹോദരൻ്റെ മാതാവിനെയും നമ്മെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും അള്ളാഹു നമുക്ക് നിറവേറ്റി തരുമാറാകട്ടെ. വിവിധങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ സഹോദരീ സഹോദരങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം മുക്തിയും സമാശ്വാസവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹ്